എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ജ്യോതിഷ പ്രവചനത്തിലേക്ക് സ്വാഗതം. ഇന്ന് വെള്ളിയാഴ്ച 1201 ആണ്ട് 13-ാം തീയതി, ചിങ്ങമാസം 13-ാം തീയതി. എല്ലാവർക്കും ഇനി ഓണത്തിരക്കൊക്കെയാണ്. അതിനിടയിൽ നമ്മുടെ ഇന്ന് എങ്ങനെയുണ്ടെന്നൊന്ന് പരിശോധിക്കാം. ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ഒരു നല്ല ദിവസമാണല്ലോ അല്ലേ? അപ്പോൾ വെള്ളിയാഴ്ച ദിവസം, വെള്ളി എന്ന് പറഞ്ഞാൽ ശുക്രൻ്റെ ദിവസമാണ്. ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ, ശുക്രൻ ഒരുപാട് കഥകളും ഒക്കെ ഉള്ള ഒരു ആളാണ്. ശുക്രൻ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ഗ്രഹമാണ്. ശുക്രാചാര്യരാണ് ശുക്രൻ. അതായത് അസുരഗുരു ശുക്രാചാര്യർ, ദേവഗുരു ബൃഹസ്പതി, വ്യാഴം. അപ്പോൾ ശുക്രാചാര്യരുടെ ഗുണമേന്മകളെല്ലാം എന്താണ്? സകല കലാവല്ലഭനാണ്. എല്ലാ കാര്യങ്ങളും വളരെ ആക്റ്റീവായിരിക്കും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഗ്രഹമാണ് ശുക്രൻ. പ്രേമാദി കാര്യങ്ങളിൽ അഗ്രഗണ്യനാണ്. അങ്ങനെ വിവാഹത്തിൻ്റെയും അതേപോലെ സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെയൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഗ്രഹമാണ് ശുക്രൻ. അപ്പോൾ നമുക്ക് ഗ്രഹങ്ങളുടെ, വാസസ്ഥലത്തിൻ്റെ, വാഹനങ്ങളുടെ, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ. അപ്പം ഞാൻ ഹോരയെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ദിവസവും ഉദയം തുടങ്ങുന്നത് ആ ദിവസത്തെ നാഥൻ്റെ ഹോരയിലാണ്. ഇന്ന് ശുക്രഹോരയിലാണ് നമ്മുടെ ദിവസം തുടങ്ങുന്നത്. അപ്പോൾ ഇന്ന് ഏത് തരത്തിലുള്ള കാര്യങ്ങളും വളരെ ധൈര്യത്തോടു കൂടി ചെയ്യാവുന്ന ഒരു ദിവസമാണ് ശുക്രഹോര. അപ്പം ഇനി നമുക്ക് ഇന്നത്തെ രാശിവിശേഷത്തിലോട്ട് കടക്കാം. ഇന്നത്തെ രാശിവിശേഷത്തിൽ ആദ്യം നമുക്ക് പതിവ് പോലെ മേടക്കൂറുകാരുടെ ഫലമാണ് നോക്കുന്നത്. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, കാല്. ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം പ്രതീക്ഷ ഉള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള ഒരു ദിവസമാണെന്ന്. തിരക്കേറിയ ദിവസമാണ്. എല്ലാ വിഭാഗക്കാർക്കും ഇന്ന് അനുകൂലമായൊരു ദിവസമായി കാണുന്നു. എന്നാൽ ശാരീരിക ക്ലേശങ്ങൾ ചിലത് അനുഭവിക്കേണ്ടതായി വരാം. വീഴ്ച, ഒടിവ്, ചതവ്, മുറിവ് എന്നിവ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക. മലകയറ്റം, അങ്ങനെയുള്ള കാര്യങ്ങൾ, സാഹസിക പ്രവർത്തികളൊക്കെ ഇന്ന് മാറ്റിവെക്കുന്നത് നന്നായിരിക്കും. സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക്, എല്ലാ വിഭാഗക്കാർക്കും ഇന്ന് നല്ലൊരു ദിവസമാണ്. തിരക്കുള്ള ദിവസമാണ്. ഇന്ന് വളരെ ആദായമുള്ളൊരു ദിവസമായിരിക്കും. വരുമാനം പ്രതീക്ഷിക്കാം. വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമായ ദിവസമാണ്. അതേപോലെ പുതിയ വാഹനങ്ങൾ വാങ്ങുന്നവർക്കും പഴയ വാഹനങ്ങൾ വിൽക്കാൻ ശ്രമിക്കുന്നവർക്കുമൊക്കെ അനുകൂലമായ മറുപടി ലഭിക്കുന്നു. അതുപോലെ വീട് പുനരുദ്ധരിക്കാനോ അല്ലെങ്കിൽ പുതിയത് വാങ്ങാനോ ഒക്കെ ആലോചിക്കുന്നവർക്ക് ഇന്ന് നല്ല ദിവസമായിരിക്കും. എല്ലാ വിഭാഗക്കാർക്കും പൊതുവായ ഫലം ഇതുതന്നെയാണ്. പ്രത്യേകിച്ച് ഒരു വിഭാഗക്കാർക്കും ബുദ്ധിമുട്ടുള്ളതായി കാണുന്നില്ല. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം നോക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക മുക്കാല്, രോഹിണി, മകയിരത്തര. ഈ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. ഉദ്ദേശിച്ച പല കാര്യങ്ങളും പ്രാവർത്തികമാകുന്ന ദിവസമാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ഒരുപാട് സാഹചര്യങ്ങൾ വന്നു ചേരാം. സ്വന്തമായി തൊഴിൽ ചെയ്യുന്ന എല്ലാവർക്കും അനുകൂലമായ ഒരു ദിവസമായിരിക്കും. എന്നാൽ വൈദ്യ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അത്ര നല്ല ഒരു ദിവസമായിരിക്കില്ല. ചികിത്സയ്ക്ക് പറ്റിയ ഒരു ദിവസമല്ല ഇന്ന് ഇടവക്കൂറുകാർക്ക്. അതേപോലെ രോഗാതി ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പ്രതികൂലമായൊരു ദിവസമാണ്. ഉദ്യോഗാർത്ഥികൾക്കും വലിയ പ്രതീക്ഷ ഇല്ലാത്ത ഒരു ദിവസമാണ്. അതേപോലെ ദൂരയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് തടസ്സങ്ങൾ കാണുന്നു. ഇതെല്ലാം ഒഴിച്ചാൽ സാമ്പത്തികമായിട്ട് സാമാന്യം തരക്കേടില്ലാത്തൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ നക്ഷത്രക്കാർക്ക് പൊതുവായി ഒരുപാട് നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നൊരു ദിവസമാണ് ഇന്ന്. ശാരീരിക ക്ലേശങ്ങൾ അയവ് വരുന്ന ദിവസമാണ്. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അതിനുള്ള ഫലം ലഭിക്കുന്ന ദിവസമാണ്. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അനുകൂലമായ ദിവസമാണ്. എന്നാൽ രാഷ്ട്രീയക്കാർക്ക്, നിയമപരമായി ജോലി ചെയ്യുന്നവർക്ക്, നിയമ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഒക്കെ അത്ര
അനുകൂലമായൊരു ദിവസമല്ല. സന്താനങ്ങളെ കൊണ്ടും ചില മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കാനിടയുണ്ട്. എന്നാൽ വിവാഹാധികാര്യങ്ങൾ അന്വേഷിക്കുന്നവർക്ക് അതിന് തീരുമാനമുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. കമിതാക്കൾക്കും വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുണർദംകാല്, പൂയം, ആയില്യം. കർക്കിടകക്കൂറുകാർക്ക് അനുകൂലമായ ഒരു ദിവസമായിരിക്കുന്നത് താരതമ്യേന മെച്ചപ്പെട്ട ഒരു ദിവസമായിരിക്കും. സാമ്പത്തികമായി ഉണ്ടായിരുന്ന ആശങ്കകളൊക്കെ പരിഹരിക്കുന്ന ഒരു ദിവസമാണ്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും വളരെ അനുകൂലമായ ഒരു ദിവസമായിട്ടാണ് ഇന്ന് അനുഭവപ്പെടുന്നത്. എന്നാൽ സ്പോർട്സിൽ അല്ലെങ്കിൽ കായിക രംഗത്ത് ഇടപെട്ടിരിക്കുന്നവർക്ക് ഇന്ന് അത്ര അനുകൂലമായൊരു ദിവസമായിരിക്കുകയില്ല. ചില പ്രണയ നൈരാശ്യങ്ങളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായിട്ട് ഇടച്ചിലോ ഒക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ഇന്ന്. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലും ചില പ്രശ്നങ്ങൾ ഉദിക്കുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ഈ വക കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുക. കൂടാതെ അനാവശ്യ കാര്യങ്ങൾ ഇടപെടുന്ന സ്വഭാവമുള്ളവർക്ക് ഇന്ന് തിരിച്ചടി കിട്ടുന്ന ദിവസമാണ്. നമ്മൾ നമ്മുടെ ആത്മനിയന്ത്രണത്തിലൂടെ മുൻപോട്ട് പോവുക. മദ്യപാനം അങ്ങനെയുള്ള ആസക്തികളുള്ളവർക്ക് വളരെയധികം മോശമായ ഒരു ദിവസമായിരിക്കുമെന്ന്. അതുകൊണ്ട് അത്തരത്തിലുള്ള സ്വഭാവം തീർച്ചയായും ഉപേക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. മനപ്രയാസമുള്ളവർ തീർച്ചയായും മറ്റുപാധികൾ തേടുക, വൈദ്യസഹായങ്ങളൊക്കെ തേടുക. ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബക്കാരെയും നശിപ്പിക്കുമെന്നുള്ളത് കൊണ്ട് അത്തരത്തിലുള്ള സ്വഭാവങ്ങൾ വച്ച് പുലർത്താതിരിക്കുന്നത് നല്ലതായിരിക്കും. ഈശ്വര പ്രാർത്ഥന ഉണ്ടായിരിക്കട്ടെ. അടുത്തതായി ചിങ്ങക്കൂറുകാരുടെ ഇന്നത്തെ അനുഭവങ്ങൾ നോക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. വൃഥാ മനക്ലേശം ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. കാര്യമില്ല, വൈകുന്നേരമാകുമ്പോൾ അതൊക്കെ ശാന്തമാകുന്നതാണ്. ചെറിയ ചെറിയ നഷ്ടങ്ങൾ വന്ന് സംഭവിക്കുന്ന ദിവസമാണ് ഇന്ന്. എന്നാൽ അതനുസരിച്ചുള്ള ഒരു ലാഭം വൈകുന്നേരം പ്രതീക്ഷിക്കാം. ഇന്നത്തെ വൈകുന്നേരം നിങ്ങൾക്ക് അനുകൂലമായ ദിവസമായിരിക്കും. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അത്യധ്വാനമുള്ള ഒരു ദിവസമാണെങ്കിലും സമാധാനമുണ്ടാകുന്നൊരു ദിവസമാണ്. സാമ്പത്തികമായി താരതമ്യേന വളരെ നല്ലൊരു ദിവസമായിരിക്കും ഇന്ന്. രോഗാതി ദുരിതങ്ങൾ അലട്ടുന്നവർക്ക് അധികരിക്കാനും അതുകൊണ്ട് അതുമൂലം പണച്ചെലവുണ്ടാകാനുമൊക്കെ സാധ്യതയുണ്ട്. രാഷ്ട്രീയക്കാർക്ക്, അതേപോലെ നിയമപരമായ കാര്യങ്ങൾ കയ്യിലെടുക്കുന്നവർക്ക്, ഷെയർ തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ അത്ര അനുകൂലമായൊരു ദിവസമായിരിക്കുകയില്ല ഇന്ന്. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം നോക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടമുക്കാല്, അത്തം, ചിത്തിരാര. കന്നിക്കൂറുകാർക്ക് പ്രതീക്ഷിച്ചതിലേറെ ലാഭം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. സമാധാനം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. എന്നാൽ ചില സ്വഭാവ വൈചിത്ര്യങ്ങൾ കൊണ്ട്, നമ്മുടെ ഇടപെടൽ കൊണ്ട്, നമ്മളുടെ വ്യക്തിപരമായ ചില ബലഹീനതകൾ കൊണ്ട് ചില മനക്ലേശങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. വഴക്കടിക്കാതെ ഇരിക്കാനും ആരോടും കലഹത്തിന് ഒരുമ്പെടാതിരിക്കാനും ഒക്കെ ശ്രദ്ധിക്കണം. മദ്യപാന ശീലമുള്ളവർക്ക് വളരെ ആപത്തുകൾ വരുന്ന സമയമാണ്. നേരത്തെ പറഞ്ഞതുപോലെ അത്തരത്തിലുള്ള സ്വഭാവങ്ങൾ വളർത്തുന്നത് നല്ലതല്ല. കുടുംബത്തിനും തങ്ങൾക്കും വളരെ ആപത്തുണ്ടാക്കുന്ന ആ സ്വഭാവങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് ഇന്നത്തെ ദിവസം വളരെ നന്നായിരിക്കും. എന്നത്തെ ദിവസവും അങ്ങനെ തന്നെയാണ് വേണ്ടത്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല ഒരു ദിവസമായി കാണുന്നു. തിരക്കേറിയ ദിവസമാണെങ്കിലും ചില അനുമോദനങ്ങളും സമ്മാനങ്ങളും ഒക്കെ ലഭിക്കുന്നതായിട്ട് കാണുന്നു. സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി തുലാരാശിക്കാരെ നോക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം ഒന്ന് പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരാര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിരിക്കും. സാമ്പത്തികമായും ഉയർച്ച കാണുന്നു. ജീവിതത്തിലെ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചതോർത്ത് അഭിമാനം കൊള്ളാവുന്നൊരു ദിവസമായിരിക്കുമെന്ന്. ഗ്രഹനിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ്. പുതിയ ഗ്രഹത്തിലേക്ക് പ്രവേശിക്കാനൊക്കെ ഇരിക്കുന്നവർക്ക് അറ്റകുറ്റപ്പണികളൊക്കെ തീർന്ന് സമാധാനം കൈവരുന്ന ഒരു ദിവസമായിരിക്കും. വാഹനാദികൾ ഉപയോഗിക്കുന്നവർക്ക് അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ബിസിനസ് നടത്തുന്നവർക്ക് വാഹനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിഭാഗക്കാർക്കും അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ ചില
മാനസിക സംഘർഷങ്ങൾ ഒഴിവാക്കിയാൽ ഇന്നത്തെ ദിവസം വളരെ ശാന്തമായിരിക്കും. ആഹാര കാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കുന്നത് നന്നായിരിക്കും. ആഹാരത്തിൽ നിന്ന് ചില വിഷാംശങ്ങൾ ഉള്ളിൽ പോകാനും ദിവസം ഒരു സന്തോഷമില്ലാത്തതായി തീരാനുമൊക്കെ ഉദരരോഗത്തിനുമൊക്കെ സാധ്യത കാണുന്നു. അത് ശ്രദ്ധിക്കുക. അടുത്തതായി വൃശ്ചികക്കൂറുകാരുടെ ഇന്നത്തെ ഫലം നോക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് എന്നെങ്കിലും ദോഷാധിക്യം കാണുന്നു. കുടുംബത്തിൽ ചില കലഹങ്ങൾ പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായി നഷ്ടം വരാനുള്ള ദിവസമാണ്. ഗൃഹോപകരണങ്ങൾക്ക് കേടുവരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം അനുഭവം നേരെ തിരിച്ചാകുന്നു. എല്ലാത്തിനും ഒരു സമാധാനവും ശാന്തതയും വന്നു ചേരുന്നതാണ്. എല്ലാ വിഭാഗക്കാർക്കും ഒരേ അനുഭവമായിരിക്കും. എന്നാൽ വൈദ്യ മേഖലയിൽ, മെഡിക്കൽ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ കുറച്ച് ക്ലേശങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. ചില പരാതികൾ, ആരോപണങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോകേണ്ടതാണ്. എല്ലാവർക്കും ചില അസുഖ ലക്ഷണങ്ങൾ ഇന്ന് തുടങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. എല്ലാം അനുകൂലമായി വരും. അടുത്തായി ധനുക്കൂറുകാരുടെ ഫലം നോക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ധനുക്കൂറുകാർക്ക് താരതമ്യേന ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. ഗുണാധിക്യമാണ് കാണുന്നത്. ഒറ്റപ്പെട്ട പോലെ ഒരു തോന്നൽ ഉണ്ടാകാം. എന്നാൽ ചില സുഹൃത്തുക്കളുടെ ഇടപെടൽ മൂലം അതിനൊക്കെ പരിഹാരം കാണുന്നതാണ്. ഒരുപാട് ആരാധകരൊക്കെ ഉള്ളവർക്ക് അവരുടെയൊക്കെ സാമീപ്യം അനുഭവിക്കാൻ ഇടയാകും. അതേപോലെ വിദേശ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് വളരെ നല്ല ഒരു ദിവസമായിരിക്കും. ഈശ്വര പ്രാർത്ഥന വളരെയധികം വേണ്ട ഒരു ദിവസമാണ് ഇന്ന്. അങ്ങനെയാണെങ്കിൽ സന്താനങ്ങളെക്കുറിച്ചുള്ള ചില ഉത്കണ്ഠകളും അതേപോലെ സാമ്പത്തികമായിട്ട് ഉള്ള ധനനഷ്ടങ്ങളുമൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചിട്ടയോടുകൂടി മുൻപോട്ട് പോയാൽ ഇന്നൊരു നല്ല ദിവസമായിരിക്കും. സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമാണ്. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ ദിവസമാണ്. എന്നാൽ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചില പ്രശ്നങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. പത്രമാധ്യമങ്ങളിലും പ്രവർത്തിക്കുന്നവർക്കും അതേപോലെ എഴുത്ത് വേലകളിൽ പ്രവേശിച്ചിരിക്കുന്നവർക്കുമൊക്കെ അനുകൂലമായൊരു ദിവസമാണ് ഇന്ന്. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ രാശിഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണാധിക്യമുള്ള ഒരു ദിവസമായിരിക്കും. എന്നാൽ രോഗാദി ദുരിതങ്ങൾ അലട്ടുന്നതായി കാണുന്നു. ചില പുതിയ ചികിത്സാ സമ്പ്രദായങ്ങൾ തേടിപ്പോകാൻ സാധ്യതയുണ്ട്. അത്തരത്തിലൊരു ചികിത്സാ സമ്പ്രദായം ആരംഭിക്കുന്നത് ഇന്നത്തെ ദിവസം നല്ലതല്ല. ദൂരയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജോലികൾ ഏർപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ അനുകൂലമായൊരു ദിവസമാണ് ഇന്ന്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രതികൂലമായ ദിവസമാണ്. സാമ്പത്തിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അത്ര തന്നെ അനുകൂലമായൊരു ദിവസമായിരിക്കില്ല ഇന്ന്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമാണ്. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. കുടുംബത്തിലുണ്ടായിരുന്ന ചില അസ്വാരസ്യങ്ങളും അനിഷ്ടതകളും ഒക്കെ ഒന്ന് മാറി ശാന്തത കൈവരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് അവിട്ടത്തര, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്. സാമ്പത്തികമായി പ്രതീക്ഷിച്ചതിലുമേറെ ലാഭം ലഭിക്കുന്ന ദിവസമായിരിക്കും. ഊഹക്കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പ്രത്യേകമായി ലാഭം ലഭിക്കുന്ന ദിവസമാണ്. അനാവശ്യ ചിലവുകൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. കായിക രംഗത്ത് ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ചില പരിക്കുകൾ പറ്റാൻ സാധ്യതയുണ്ട്. എന്നാൽ അപ്രതീക്ഷിതമായി സെലക്ഷൻ കിട്ടാനും ഒക്കെ വലിയ മത്സരങ്ങൾക്ക് ഒരുങ്ങിയിരിക്കുന്നവർക്ക് സാധ്യതയുണ്ട്. സഹോദരങ്ങളുമായി കലഹമുണ്ടാകാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ഇന്ന്. അതേപോലെ തന്നെയാണ് സഹോദര തുല്യരായ ആളുകളുമായിട്ടും കലഹമുണ്ടാകാൻ സാധ്യതയുണ്ട്. അത് വളരെ ശ്രദ്ധിക്കുക. കലഹം ഒരിക്കലും ഒന്നിനും നല്ലതല്ല.
കലഹം മൂലം നമ്മുടെ മനസ്സും അവരുടെ മനസ്സും കലുഷിതമാകും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക, വാക്കുകൾ ശ്രദ്ധിച്ചുപയോഗിക്കുക. സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് ഇന്ന് ചില പിഴവുകൾ പറ്റാൻ സാധ്യതയുണ്ട്. ആരോടെങ്കിലും ഒന്ന് ഡിസ്കസ് ചെയ്യുന്നത് അല്ലെ ചർച്ച ചെയ്യുന്നത് നന്നായിരിക്കും. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഒന്നും ഇന്ന് അത്ര നല്ല ഒരു ദിവസമായിരിക്കുകയില്ല. അതേപോലെ രാഷ്ട്രീയക്കാർക്കും ഗുണകരമായൊരു ദിവസമായിരിക്കുകയില്ല. കലാകാരന്മാർക്കും സിനിമ അങ്ങനെയുള്ള ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കും വളരെ നല്ല ഒരു ദിവസമായിരിക്കും ഇന്ന്. എന്തിനും തുടക്കം കുറിക്കാൻ നല്ല ഒരു ദിവസമാണ് ഇന്ന്. ഗ്രഹനിർമ്മാണത്തിനോ അല്ലെങ്കിൽ പുതിയ ഗ്രഹം വാങ്ങുന്നതിനോ ഒക്കെ തീരുമാനങ്ങളെടുക്കാൻ നല്ല ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ പൊതുഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുട്ടാതി കാല്, ഉത്രട്ടാതി രേവതി. മീനക്കൂറുകാർക്ക് പൊതുവെ നല്ല ഫലങ്ങളാണ് ഈ ദിവസം ഉണ്ടാകുന്നത്. വളരെ തിരക്കുള്ള ഒരു ദിവസമായിരിക്കുമെങ്കിലും ദിവസത്തിൻ്റെ അവസാനം വളരെ ശാന്തമായും സമാധാനമായും വളരെ അംഗീകാരം കിട്ടുന്നതുമൊക്കെയായ ഒരു ദിവസമായിട്ട് അനുഭവപ്പെടുന്നു. ഈ ദിവസം നിങ്ങൾക്ക് പ്രതീക്ഷിച്ചിരിക്കാത്ത ഭാഗ്യങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. സ്വന്തമായി ഗ്രഹനിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അതേപോലെ പുതിയ ഭവനം വാങ്ങുന്നവർക്കുമൊക്കെ അനുകൂലമായൊരു ദിവസമായിരിക്കും. ആരോഗ്യകാര്യത്തിൽ വളരെ ശ്രദ്ധ വേണം. ആരോഗ്യകാര്യത്തിൽ ചില അശ്രദ്ധ മൂലം ചില പ്രശ്നങ്ങളൊക്കെ വന്നു ചേരാം. സ്ഥിരമായ അസുഖങ്ങളൊക്കെ ഉള്ളവർ അതിനുള്ള പഥ്യങ്ങൾ ലംഘിക്കാതെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. കുടുംബത്തിൽ സമാധാനമുള്ളതായിട്ട് കാണുന്നു. എല്ലാവരും ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകുക. ഈശ്വര പ്രാർത്ഥന കൊണ്ട് എല്ലാവിധ കഷ്ടനഷ്ടങ്ങളും പരിഹരിക്കാനാകും. രാശിഫലം ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാളെ വീണ്ടും കാണാം. നമസ്കാരം.